നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുറുകി. നേതൃയോഗങ്ങൾ കഴിഞ്ഞ് സിപിഎം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ നിലമ്പൂരിൽ തിരികെയെത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് യുഡിഎഫ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. പഞ്ചായത്ത് കൺവെൻഷനുകളും ബൂത്ത് കൺവെൻഷനുകളും പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി പര്യടനത്തിലാണ് നിലവിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. എടക്കര പഞ്ചായത്തിലാണ് ഇന്ന് സ്വരാജിന്റെ പര്യടനം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്ന UDF ആരോപണത്തിന് സ്വരാജിന്റെ മറുപടി ഇത്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൻഷൻ ഉണ്ടെന്നേ, 1-2 പെൻഷനൊന്നുമല്ല. വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അഗതി പെൻഷൻ, അനാഥ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, ഇങ്ങനെ 100 കൂട്ടം പെൻഷനാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ 6 മാസമായിരിക്കും തടസ്സമായിട്ടുണ്ടാവുക. എന്നാൽ ഗണ്യമായ ജനങ്ങൾ വാങ്ങുന്ന പെൻഷൻ ഇതിൽ 2-3 പെൻഷനാണ്. അത് കൂടുതൽ മാസം മുടങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ UDFന്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലമ്പൂരിൽ തിരികെയെത്തി നേതൃയോഗങ്ങളിൽ സജീവമായി. ആദ്യഘട്ട പ്രചരണത്തിന്റെ വിലയിരുത്തൽ രാവിലെ നടന്നു. 10-ാം തീയതിയുടെ സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് പര്യടനങ്ങൾ പൂർത്തിയാക്കും. പെരുന്നാളായതുകൊണ്ട് ഇന്നും നാളെയും UDF വലിയ പരസ്യ പ്രചരണങ്ങൾ നടത്തുന്നില്ല. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് രാവിലെ വ്യക്തികളെ നേരിട്ട് കാണുന്ന തിരക്കിലായിരുന്നു. നമ്മളൊക്കെ അടിക്കുന്ന പെട്രോളിനും ഡീസലിനും 2 രൂപ അധികം നമ്മൾ കൊടുക്കുന്നു. ആ 2 രൂപ നമ്മൾ കൊടുക്കുന്നത് എന്തിനാ? സെസ്സായി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. നമ്മൾ ആരും പെട്രോൾ പമ്പിലും നമ്മൾ കടം പറയുന്നില്ല. എന്നിട്ട് ആ സെസ് എടുത്തിട്ട് എന്തിനാ ഇവർക്ക് പെൻഷൻ കുടിശ്ശിക വരുത്തുന്നത്? പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളും യുവ നേതാക്കന്മാരുമെല്ലാം മണ്ഡലത്തിൽ താമസിച്ചാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി മണ്ഡലത്തിലെത്തുന്നതോടെ LDF ക്യാമ്പ് കൂടുതൽ സജീവമാകും. പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കി കളം കൊഴിപ്പിക്കാനാണ് UDFന്റെ നീക്കം. നിലമ്പൂരിൽ നിന്ന് ടീം മീഡിയ 1.